നമസ്കാരം. हुकूमत में आपका सिंधु का दिफा किया, हमने ब्रिटानिया में, यूरोप में आपका सिंधु में दिफा किया कि हम होने नहीं देंगे कि अगर भारत हमारे सिंधु की तरफ माली आंख भी दिखाता है तो इंशाअल्लाह ताला हम एक और जंग लड़ेंगे और एक बार फिर उनको शिकस्त देंगे। हम इनको बताना चाहते हैं कि आपको सिंतास मुआहिदा मानना पड़ेगा। सिंतास मुआहिदा के तहत 6 में से जो 3 दरिया है वो पाकिस्तान के हवाले और बाकी 3 भारत के हवाले। तो भारत के पास 2 ऑप्शन है, क्या माने, आर्मी कानून माने, अपना सिंतास मुआहिदा माने और अमल दरामद करे। नहीं मानते तो पाकिस्तान एक और जंग करेगी और 6 के 6 दरिये आपके होंगे. ഒന്നുമില്ല, ആരും പേടിക്കണ്ട. ഇതാ പാകിസ്ഥാനിലെ പാകിസ്ഥാനിലെ രാഹുൽ ഗാന്ധി പറയുന്നതാണ്. ചെറുക്കൻ പറയുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പാകിസ്ഥാന് വെള്ളം കൊടുക്കണം, നമ്മുടെ 4 നദികൾ ഇപ്പോൾ നമ്മൾ തടഞ്ഞു വെച്ചിരിക്കുകയാണല്ലോ, അതിന് വെള്ളം കൊടുക്കത്തില്ല എന്നൊക്കെയാണ് കേന്ദ്ര സർക്കാർ തീരുമാനിച്ചിരിക്കുന്നത്. അമിത്ഷാ കഴിഞ്ഞ ദിവസം പറയുകയും ചെയ്തു. ഡൽഹിയിലേക്കും രാജസ്ഥാനിലും ഒക്കെ ഈ കനാല് തിരിച്ച് വെള്ളം നമ്മുടെ ഇന്ത്യക്കാർ തന്നെ ഉപയോഗിക്കാനുള്ള ആ പരിപാടിയിലാണ്. അത് ഊർജിതമായിട്ട് മുന്നോട്ട് പോകുന്നു. പക്ഷേ ഈ വെള്ളം കിട്ടാതെ ഈ പാകിസ്ഥാൻ വരണ്ട് അവിടെ ജനജീവിതം വലിയ ദുസ്സഹമാവും, ദാരിദ്ര്യമൊക്കെ വരും. അത് മുൻകൂട്ടി അറിയാം അവർക്ക്. അപ്പോൾ ഈ ചെറുക്കൻ, അതായത് ഈ ബിലാവൽ ഭൂട്ടോ എന്ന് പറഞ്ഞാൽ നേരത്തെ വിദേശകാര്യമന്ത്രിയൊക്കെ ആയിരുന്ന ആളാണ്, ഇപ്പം വിലയും കൂലിയില്ലാതെ നമ്മുടെ ഈ പപ്പുനക്കണക്കനെ നടക്കുകയാണ്. അയാൾ പറയുന്നത് യുദ്ധം ചെയ്ത് നമ്മുടെ 4 നദികൾ പിടിച്ചെടുക്കുമെന്നാണ് പറയുന്നത്. വെള്ളം കൊടുത്തില്ലെങ്കിൽ യുദ്ധം ചെയ്യും, നിങ്ങളുടെ 4 നദികളും പിടിച്ചെടുക്കുമെന്ന് പറയും. ഇവരെ ഏത് നൂറ്റാണ്ടിലാണ് ജീവിക്കുന്ന ഒരു പിടുത്തമില്ല. ഇപ്പോഴും അഫ്രീദയൊക്കെ വിചാരിച്ചിരിക്കുന്നത് ഈ കഴിഞ്ഞ ഇന്ത്യ പാകിസ്ഥാനും തമ്മിൽ നടന്ന സംഘർഷം, അല്ലെങ്കിൽ ഒരു ചെറിയ യുദ്ധത്തിൽ അവർ നമ്മളെ തോൽപ്പിച്ച എന്നൊരു വിശ്വാസത്തിലിരിക്കുകയാണ് ഈ വേട്ടാവളിയും ചെറുക്കനുമൊക്കെ. എന്നാലും ഇവനോട് നമുക്ക് വളരെ ലളിതമായിട്ട് പറയാനുള്ളത്, ജഗതി ഒരു സിനിമയെ പറഞ്ഞിട്ടുണ്ടല്ലോ, ഇവിടെ നിന്ന് ഞങ്ങളെ തോൽപ്പിച്ചിട്ട്, യുദ്ധം ചെയ്ത് ഞങ്ങളെ തോൽപ്പിച്ചിട്ട് ഈ 4 നദിയൊക്കെ എടുത്തുകൊണ്ട് പോകുമ്പോൾ ഒരു 4-5 തൊട്ടി വെള്ളം മാറ്റി വെച്ചേക്കണം, ഞങ്ങൾക്ക് വല്ലപ്പോഴും ഒന്ന് കുളിക്കാൻ വേണ്ടിയിട്ടാണ്. ആ കുറച്ച് വെള്ളം മാറ്റി വെച്ചിട്ട് ഈ 4 നദികളും പിടിച്ചുകൊണ്ട് പോയേക്കൊള്ളാം. എന്തായാലും ഈ ഓരോ വധൂരികളുടെ ഓരോയൊക്കെ സ്വപ്നമേ, ഇത് വായി കിടക്കുന്ന നാക്ക് വെച്ചിട്ട് ചുമ്മാ അങ്ങ് വിളിച്ചു പറഞ്ഞാൽ പോരെ. ഇതൊക്കെ കാണുകയും കേൾക്കുകയും ചെയ്ത് അമിത്ഷായും മോദിയും അതുപോലെ തന്നെ ഡോവലൊക്കെ അവിടെ ഇരുന്നുകൊണ്ട് ചിരിച്ച് ഊപ്പാട് വന്നെന്നാണ് അറിയുന്നത്. എന്തായാലും നമുക്കിവിടെ മാത്രമല്ല ഇതുപോലെ ഒരു പപ്പു ഉള്ളത്, അങ്ങ് പാകിസ്ഥാനിലും ഒരു പപ്പു ഉള്ളത്. ഈ വിശ്രമവേളകൾ ആളുകൾക്ക് ആനന്ദകരമാക്കാൻ ഇതുപോലുള്ള കുറച്ച് കോമഡിയൊക്കെ കേൾക്കാൻ പറ്റുന്നുണ്ടല്ലോ, അത് തന്നെ വലിയ കാര്യം.